The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to the class. Hope you all are fine at home. See, നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഓൾമോസ്റ്റ് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പലരും നോട്ട് എനിക്ക് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ആ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്, ആരൊക്കെയാണ് നോട്ട് അയച്ചു തരാത്തതെന്നുള്ള ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഹയർ സെക്കൻഡറി ആണ്, ഇനിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബേസിക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുകയുള്ളൂ. സോ നിങ്ങളപ്പോൾ ഓരോ ക്ലാസ്സുകളുടെയും നോട്ടുകൾ മിസ് ചെയ്യാതെ കാണുക, കണ്ട ആ നോട്ടുകൾ എന്ത് ചെയ്യുക, എഴുതി എനിക്ക് അയച്ചു തരിക. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ലെസൺ, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തു അല്ലേ? കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഓർഗനൈസ് ചെയ്യണം അല്ലേ? എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രസൻറ്റേഷൻ ആണ് അല്ലേ? എങ്ങനെയാണ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ what do you mean by organization of data? Before that, we have to discuss a few concepts related to organization of data. That is, data collected in its original form is unorganized and it is known as raw data. നമ്മളില്ലേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു, പല മെത്തേഡിലൂടെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ നമ്മൾ എന്ത് പറയുക, അൺഓർഗനൈസ്ഡ് ആണ്, അത് ഒരു റോ ഡാറ്റ ആണ് അല്ലേ? നമ്മളത് ഓർഗനൈസ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്, അപ്പോൾ അത് 5. ഓരോ വീട്ടിലെയും ചിൽഡ്രൻസിൻ്റെ എണ്ണം നോക്കുമ്പോൾ എത്രയായിരിക്കും, ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളത് ജസ്റ്റ് റഫായി എഴുതിയിട്ടേ ഉള്ളൂ. ഇനി നമ്മളത് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക? അങ്ങനെ ഓർഗനൈസ് ചെയ്യാത്ത ഡാറ്റയെ പറയുന്നത് തന്നെയാണ് അൺഓർഗനൈസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ റോ ഡാറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. See, it is very difficult to draw meaningful conclusion from such a raw data അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു പഞ്ചായത്തിലെ 10 വീടുകളിലെ ഡാറ്റ കളക്ട് ചെയ്ത കുട്ടികളുടെ എണ്ണം ഇങ്ങനെ ഞാൻ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? എന്നിട്ട് ഇത് ഹൗസ് 1, ഹൗസ് 2 എന്നൊക്കെ പറഞ്ഞ് തന്ന എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ഈ കിട്ടിയ റോ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ക്ലാസിഫൈ. അവിടെ ഡാറ്റ ക്ലാസിഫൈ ചെയ്യണം. ഡാറ്റ ക്ലാസിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി therefore proper organization and presentation of such data is required for the statistical analysis അല്ലേ? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി അത് അനലൈസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യണം, അത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക. പ്രസൻറ്റേഷൻ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പ്രസൻറ്റേഷൻ അല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആണ്. സോ വാട്ട് യു മീൻ ബൈ ഓർഗനൈസേഷൻ of data? Organization or classification of data is arranging the things into different group or classes based on some criteria. അവിടെ some criteria വെക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഈ 5, 6, 7, 8, 9 എന്നൊക്കെ പറയുന്നതിന് 2 ചിൽഡ്രൻ ഉള്ള വീട് എത്രയായി, അല്ലെങ്കിൽ 3 ചിൽഡ്രൻ ഉള്ള വീട് എത്ര, അങ്ങനെ നമ്മൾ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യുകയാണ്, ചില ക്രൈറ്റീരിയ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഇൻ അതർ വേർഡ്സ്, it is the process of arranging data in a group or class based on a criteria is called organization of data or classification of data. Okay, I think it is clear. See, ഇങ്ങനെ ഓർഗനൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ടു കണ്ടൻസ് ഡാറ്റ ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? നമുക്ക് ഡാറ്റ ചുരുങ്ങും, അപ്പോൾ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, ടു ഹെൽപ്പ് കമ്പാരിസൺ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ടു എലിമിനേറ്റ് അൺനെസസറി ഡീറ്റെയിൽസ്, നമ്മൾ കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും, അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് എലിമിനേറ്റ് ചെയ്ത് പോരാൻ പറ്റും അല്ലേ? ബാക്കിയുള്ളത് ഉപേക്ഷിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ,
ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ അല്ലേ, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രദേശത്ത് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് ഉള്ളത്, അതിന് എന്ത് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, എന്ത് സ്റ്റെപ്പ് എടുത്താൽ അവിടുത്തെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഡിസിഷനിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക? ദ ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. Data are classified with reference to geographical locations such as countries, state, cities, district, etc. Example, yield of wheat production for different countries. അല്ലേ, ഇവിടെ നോക്കൂ, ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ വീറ്റ് പ്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചൈന, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, ഇതിൻ്റെയൊക്കെ വീറ്റ് പ്രൊഡക്ഷൻ ആണുള്ളത്. ഇനി നമ്മുടെ 10th റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണ്, പാലക്കാട് ജില്ലയ്ക്ക് എത്ര റിസൾട്ട്, ട്രിവാൻഡ്രത്തിന് എത്രയാണ്, എറണാകുളത്തിന് എത്രയാണ്, ഇങ്ങനെ ഓരോ ഡാറ്റയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ 10th റിസൾട്ട് എന്തായാലും നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ടോട്ടൽ പാലക്കാട് എത്ര റിസൾട്ട് ഉണ്ടാക്കി, ആൺകുട്ടികളുടെ റിസൾട്ട് എത്ര, പെൺകുട്ടികളുടെ റിസൾട്ട് എത്ര, ഇതിൽ തന്നെ ഗവൺമെൻറ് സ്കൂളുടെ റിസൾട്ട് എത്ര, പ്രൈവറ്റ് സ്കൂളുടെ റിസൾട്ട് എത്ര, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസ്ട്രിക്റ്റ് എന്നാണ് അല്ലേ. അതുപോലെ നമുക്ക് സ്റ്റേറ്റ്, സിറ്റീസ്, കൺട്രീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സച്ച് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. Next one is chronological classification. Chronology, what do you mean by chronology? Chronology is a study of time. ടൈമിനെ കുറിച്ച് പഠിക്കുന്നതാണ് chronology. ടൈം ആൻഡ് ഇയർ അല്ലേ, സമയത്തിനെ കുറിച്ചും വർഷത്തിനെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, chronology എന്ന് പറയുന്നത്. അപ്പോൾ chronological classification എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ ടൈം വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് ക്ലാസിഫിക്കേഷൻ. നോക്കൂ, പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഫ്രം 1951 to 2011 വരെയുള്ള പോപ്പുലേഷൻ എന്നെ നമ്മൾ ക്ലാസിഫൈ, ഓരോ 10 വർഷത്തെയും പോപ്പുലേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുക. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടൈം ഓർ ഇയർ. ടൈമോ ഇയറോ വെച്ച് നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് chronological classification എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. Next one, qualitative classification. The data arranged with reference to qualities such as religion, gender, literacy, etc. are called qualitative classification. They are not measurable. Their presence or absence can only be known. അല്ലേ, ഇപ്പോൾ ഇവിടെ എന്താണ് നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ടോട്ടൽ പോപ്പുലേഷൻ അല്ലേ, പോപ്പുലേഷൻ ഉണ്ട്. ടോട്ടൽ പോപ്പുലേഷനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്ന് ഫീമെയിൽ, പിന്നൊന്ന് മെയിൽ കാറ്റഗറി ഇല്ലേ. ഈ ഫീമെയിലിനെ തന്നെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് എന്താണ്, മാരീഡ്, അൺമാരീഡ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും രണ്ടായി ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, മാരീഡ്, അൺമാരീഡ് അല്ലേ. ഇനി വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മാരീഡിൽ തന്നെ എത്ര പേർക്ക് എഡ്യൂക്കേറ്റഡ് അല്ലേ, എത്ര പേര് എഡ്യൂക്കേറ്റഡ് ആണ്, എത്ര പേര് അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് ആബ്സെൻസോ പ്രസൻസോ കൊണ്ടാണ് നമ്മൾക്ക് ഈ ഡാറ്റ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. വാല്യൂസ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ ക്വാളിറ്റിയാണ് അല്ലേ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ, ഓരോ ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ മാരേജ് അങ്ങനത്തെ ഉള്ളതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഡാറ്റ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് പറയും, ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ഡാറ്റ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ദറ്റ് ഈസ് ഡാറ്റ അറേഞ്ച്ഡ് വിത്ത് റെഫറൻസ് ടു ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷർഡ് ന്യൂമറിക്കലി. നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ഓഫ് 100 സ്റ്റുഡൻസ് അല്ലേ, 100 കുട്ടികളുടെ മാത്തമാറ്റിക്സിൽ കിട്ടിയ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, 0 to 10 ഒരു കുട്ടിക്ക് 0 to 10 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. 10 to 20 കിട്ടിയ കുട്ടികളുടെ എണ്ണം 8 ആണ്. അതുപോലെ തന്നെ 50 to 60 കിട്ടിയിട്ടുള്ളത് 23 ആണ്. 90 to 100 കിട്ടിയിട്ടുള്ളത് 4 കുട്ടികളുണ്ട്. ഇങ്ങനെ നമ്മൾ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ അല്ലെങ്കിൽ അങ്ങനെ ന്യൂമറിക്കലി മെഷർ ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് വേരിയബിൾ ആൻഡ് ആട്രിബ്യൂട്ട് അല്ലേ. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം ഇതൊക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. ഈ വേരിയബിളിൻ്റെ പ്രത്യേകത, വാട്ട് ഈസ് എ വേരിയബിൾ? എ വേരിയബിൾ ആർ എനിത്തിങ് ദെയർ വാല്യൂ ആർ ചേഞ്ചിങ്
they are broadly classified into two types അല്ലേ വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ വേരിയബിളിനെ തന്നെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. വേരിയബിൾസ് രണ്ട് തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഉണ്ട്, പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് കണ്ടിന്യൂസ് വേരിയബിൾസ് ആണ്. അപ്പോൾ വേരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് വേരിയിങ്. വേരിയബിൾസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഇൻകം എടുക്കാം അല്ലേ. ഇൻകം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ഹൈറ്റ് അല്ലേ, ഒരു പേഴ്സൻ്റെ ഹൈറ്റിലും വേരിയേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. ഏജ് അല്ലേ, വയസ്സൊക്കെ എന്താണ് വേരി ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾസ് ആയിട്ട് പറയുന്നത്. ഈ വേരിയബിൾസിനെ തന്നെ രണ്ട് തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് വേരിയബിൾസും ഒന്ന് കണ്ടിന്യൂസ് വേരിയബിൾസും അല്ലേ. ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് വെച്ചാൽ സെർട്ടൻ വാല്യൂസ് എടുക്കാൻ പറ്റുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഏജ് എത്ര, ഏജ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 അല്ലേ. വെയിറ്റ് എത്രയാണ്, 57 അല്ലേ. അങ്ങനെ ഓരോ വാല്യൂസ്, ഇതിന് മാറ്റമില്ല. ആളുടെ ഏജിന് വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. ആ വർഷം മുഴുവൻ അയാൾക്ക് അതായിരിക്കും അല്ലേ. അടുത്ത വർഷമായിരിക്കും അത് വേരി ചെയ്യുക. ഇതിന് സെർട്ടൻ വാല്യൂസ്, അല്ലാതെ ഒരാളുടെ ഏജ് എത്രയാണെന്ന് പറയുമ്പോൾ 27.5 എന്ന് നമ്മൾ പറയുമോ, ഇല്ല. അപ്പോൾ അതിനെന്താണ്, ഈ ഒരു സെർട്ടൻ വാല്യൂസേ എടുക്കാൻ പറ്റുള്ളൂ. 27, 28, 29 അല്ലെങ്കിൽ വെയിറ്റ് 55, 56, 57 അങ്ങനെ സെർട്ടൻ വാല്യൂസ് എടുക്കുന്ന അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് വേരിയബിൾസ് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്. ഈ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി എനി ന്യൂമറിക്കൽ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റഗ്രൽസ് ആകാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആകാം, 3/4 ആകാം, അല്ലെങ്കിൽ ഡെസിമൽസ് ആകാം, ദാറ്റ് ഈസ് 0.35 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇറാഷണൽ നമ്പേഴ്സ് ആകാം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേരിയബിൾസിനെ തന്നെ രണ്ടായിട്ടുണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സെർട്ടൻ വാല്യൂസേ അവിടെ വരുള്ളൂ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രാക്ഷണൽ വാല്യൂസ് ആവാം, ഇറാഷണൽ വാല്യൂസ് ആകാം, അല്ലെങ്കിൽ ഡെസിമൽസ് ആകാം. എന്ത് വേണമെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. So the next one is attribute. എന്താണ് attribute? A characteristic that cannot measure numerically are called attribute. They can analyze the presence or absence of attribute അല്ലേ. നമ്മൾക്ക് അത് പ്രസൻസ്, ബ്യൂട്ടി എങ്ങനെ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അത് ഒരാളുടെ ആബ്സെൻസോ പ്രസൻസോ കൊണ്ടേ നമുക്കത് പറ്റുള്ളൂ അല്ലേ. അവർ കാണുമ്പോഴാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഭംഗിയില്ല. എന്തുകൊണ്ടാണ്, അത് ബൈ വ്യൂയിങ് നമുക്കത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. The next one is statistical series. So statistical series എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ സീരീസ്. എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻഡിവിജ്വൽ സീരീസ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് discrete series. Second classification, discrete series. And third one is continuous series. First one, individual series. Individual series is a series in which items are listed singly, showing the observation related to them. An individual series may arranged either ascending or descending order. It may also called a symbol array. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വർക്കർ അല്ലേ. ഒരാൾക്ക് ഒരു വർക്കറുടെ വെയിറ്റ് എത്രയാണ്, വർക്കേഴ്സ് നമ്പർ ഒരാൾക്ക് 126, രണ്ടാൾക്ക് 134 അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോരോ പേഴ്സൻ്റെയാണ് കാണിക്കുന്നത്, ഇൻഡിവിജ്വൽ ആണ്, അവിടെ വേറെ ഒന്നും വരുന്നില്ല. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അറേഞ്ച്മെന്റ് ഓഫ് ഐറ്റംസ് ഇൻ എ ഗ്രൂപ്പ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പേഴ്സ് ഓഫ് ഐറ്റംസ് ഈച്ച് ഐറ്റം ഒക്കേഴ്സ് which are exactly measurable is called discrete series. And discrete series may be arranged ascending or descending order. It may be called a frequency array. അതിന് നമ്മൾ ഫ്രീക്വൻസി അറേ എന്നാണ് പറയാതെ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ കപ്പിൾ അല്ലേ, ആൻഡ് നമ്പർ ഓഫ് കപ്പിൾസ് 0. കുട്ടികളില്ലാത്ത
അച്ഛനമ്മമാർ എത്ര പേരുണ്ട്? 21 അല്ലേ? അവിടെ എന്താണ്? ഇൻഡിവിജ്വൽ ആണോ? അല്ല, അവിടെ ഗ്രൂപ്പ് വന്നു അല്ലേ? ഒരു കൂട്ടം ആൾക്കാർ വന്നു. പക്ഷെ അത് ഒരാൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പക്ഷെ എല്ലാവരെയും കൂടി നമ്മൾ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. മറ്റതെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ വേജ് 150 രൂപ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബിലോങ്സ് ടു ദിസ് പേഴ്സൺ ഓൺലി, ഇയാളുടെ മാത്രമാണ്. ഇനി വർക്കർ 2 2 പേർക്ക് വേജ് എന്ന് പറയുമ്പോഴോ ദാറ്റ് ഈസ് 160 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിലോങ്സ് ടു ദിസ് 2. ഇവിടെ വരുന്നത് ഇൻഡിവിജ്വൽ ആണ്. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ 0 ചിൽഡ്രൻ ആയിട്ടുള്ള 21 കപ്പിൾ ഉണ്ട് അല്ലേ? അതേപോലെ 1 ഒരു കുട്ടിയുള്ള 29 കപ്പിൾ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് സീരീസ് ആണ്. പക്ഷെ അത് ഇൻഡിവിജ്വൽ ആണ് അല്ലേ? ഇൻഡിവിജ്വൽ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് സീരീസിനെയാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ഐറ്റംസ് എന്നാ പറയുക. ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ഐറ്റംസ് എന്നാ പറയുക. ഒരു ഗ്രൂപ്പ് എത്ര എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് സീരീസ്. It is a series in which different value of the variable are stated in continuous manner with respect to their frequencies. നോക്കൂ, ഹൈറ്റ് അല്ലേ? 145 to 150 വരെ ഹൈറ്റ് ഉള്ള 10 കുട്ടികളുണ്ട് അല്ലേ? ഈ 10 കുട്ടികളുടെയും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10 കുട്ടികളുടെയും ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോരോ ഹൈറ്റ് ആയിരിക്കും അല്ലേ? ഇവിടെ 10 പേരുണ്ട് ഇരിക്കട്ടെ. ഈ 10 പേരിൽ 10ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 145 ആകാം, 150 ആകാം. ഇത് കണ്ടിന്യൂസ് വേരിയബിൾ, കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്, അതായത് 145 തുടങ്ങിയിട്ട് 150 വരെയുള്ള വാല്യൂസിൽ ഏതും ആകാം ഈ 10 കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയും. നിങ്ങളുടെ 10th മാർക്ക് പറയുന്ന പോലെ തന്നെ അല്ലേ? അതായത് 40 to 50 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 40 to 50 കിട്ടിയ കുട്ടിക്ക് A+ ആണെന്ന് പറയുമ്പോൾ ഇവിടെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകും? ചിലപ്പോൾ 40 കിട്ടിയ കുട്ടിക്ക് A+ ആണ്, 50 കിട്ടിയ കുട്ടിക്ക് A+ ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ വേരി ചെയ്യുന്നുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. പക്ഷേ ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ, ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ആർക്കാണ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇതിനെയാണ്, ദീസ് ആർ ദ 3 types ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത്. ബേസ് ആണ്. ഈ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും മനസ്സിലായാൽ മാത്രമേ ഇനി അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഇനി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. So frequency distribution is a way to classify continuous variables like mark, income and height. നമ്മളിപ്പോൾ മാർക്ക്, ഇൻകം, ഹൈറ്റ് ഇതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. Here a data are grouped into classes of appropriate size indicating the number of observation in each class. Each class in a frequency distribution table is bounded by class limit. Class limit are the two ends of a class. For example, frequency distribution, for example 0 to 10 വരെ കിട്ടിയ മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട് അല്ലേ? ഇനി 10 to 20 മാർക്ക് കിട്ടിയ 10 കുട്ടികളുണ്ട്. 20 to 30 മാർക്ക് കിട്ടിയ 20 കുട്ടികളുണ്ട്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ എഴുതുന്നതിൻ്റെ ഇതിനെയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഇതിന് എന്താ പറയുക? നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ശ്രദ്ധിച്ചോളൂ, ഇത് ബേസ് ആണ്. ഇപ്പം നമ്പർ ഓഫ് ഒബ്സർവേഷൻ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പം ഈ 6, 10, 20 എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ് ലിമിറ്റ്. ഈ 0 to 10 എന്ന് പറയുന്നത് ഒരു ക്ലാസ് ലിമിറ്റ് ആണ്. 10 to 20 പറയുന്ന ഒരു ക്ലാസ് ലിമിറ്റ് ആണ്. 20 to 30 എന്ന് പറയുന്നതും ഒരു ക്ലാസ് ലിമിറ്റ് ആണ്. ഇനി ഈ ക്ലാസ് ലിമിറ്റിനൊക്കെ 2 വാല്യൂസ് ഉണ്ടാകും. ഒന്ന് ലോവർ ക്ലാസ് ലിമിറ്റ് ഉണ്ടാകും, അപ്പർ ക്ലാസ് ലിമിറ്റ് ഉണ്ടാകും. ഈ 10 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ലിമിറ്റ് ആണ്. ദിസ് ഈസ് ലോവർ ക്ലാസ് ലിമിറ്റ്. ഇതിനെ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയും. ഇനി ഇതെടുക്കുമ്പോൾ ഇതെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് അപ്പർ ക്ലാസ് ലിമിറ്റ്. ഇതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? അപ്പർ ക്ലാസ് ലിമിറ്റ്. അതേ സമയത്ത് 20
20 to 30 എടുക്കുമ്പോഴോ ഇതായിരിക്കും ലോവർ ക്ലാസ് ലിമിറ്റ്. ഇതിന് നമ്മൾ എന്താ പറയും? ലോവർ. ഇതിനെ ഇപ്പോൾ എന്താ പറയുക? അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ക്ലാസ് ഇൻ്റർവെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിന് നമ്മൾ പറഞ്ഞു ക്ലാസ് ലിമിറ്റ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ. എന്താണ് ക്ലാസ് ഇൻ്റർവെൽ? ക്ലാസ് ഇൻ്റർവെൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ് ആണ്. അല്ലെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് ഇൻ്റർവെൽ. ഇപ്പോൾ ഇവിടെ നോക്കൂ, 10 20 അല്ലേ, ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ് അല്ലേ. അത് 30 to 20 അല്ലെങ്കിൽ 20 30 ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ 10 ആണ് ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ക്ലാസ് ഇൻ്റർവെൽ ഓർ സൈസ് ഓഫ് ദ ക്ലാസ് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇനി ക്ലാസ് മിഡ് പോയിന്റ്, ഈ രണ്ട് ക്ലാസിൻ്റെയും കൂടിയുള്ള മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലാസ് മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതിനെന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അപ്പർ ലിമിറ്റ് ഇവിടെ എത്രയാണ്? നോക്കൂ, നമുക്കൊരു എക്സാമ്പിൾ ഇത് എടുത്ത് നോക്കാം അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 30. ഇപ്പോൾ 30 പ്ലസ് ലോവർ ലിമിറ്റ് എത്രയാണ്? 20. ഇപ്പോൾ ഇവിടെ എത്ര വരുന്നുണ്ട്? ഡിവൈഡ് ബൈ 2 അല്ലേ. ഇപ്പോൾ ഇവിടെ 20 പ്ലസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. 50 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഈ ഒരു ക്ലാസ് ലിമിറ്റിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 ആണ്. ഈ ക്ലാസ് ലിമിറ്റിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇതൊക്കെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഹൗ ടു പ്രിപ്പയർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഞാൻ 0 to 10, 10 to 20, 20 to 30 എന്ന് എഴുതിയല്ലോ. അത് ഞാൻ എൻ്റെ ഒരു അസംഷൻ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എഴുതിയതാണ് അല്ലേ. എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്, അത് നമുക്ക് നോക്കാം. The first one, how many classes should we have? എത്ര ക്ലാസ് വേണം എന്നുള്ളത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. സെക്കൻഡ് വൺ, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ് അല്ലേ. ഓരോ ക്ലാസ്സുകൾ തമ്മിലുള്ള സൈസ് എങ്ങനെയായിരിക്കണം. നെക്സ്റ്റ് വൺ, ഹൗ ഷുഡ് വി ഡിറ്റർമിൻ ദ ക്ലാസ് ലിമിറ്റ്. നമുക്ക് എങ്ങനെയാണ് ക്ലാസ് ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഹൗ ഷുഡ് വി ഗെറ്റ് ദ ഫ്രീക്വൻസി ഫോർ ഈച്ച് ക്ലാസ്. നമുക്ക് എങ്ങനെയാണ് ഈച്ച് ക്ലാസ്സിനുള്ള ഫ്രീക്വൻസി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഓർ മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളിലുള്ള ആൻസർ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് വി ഹാവ്. എത്ര ക്ലാസ്സസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്പർ ഓഫ് ക്ലാസ്. The quality of frequency distribution is determined by wise choice of number of class. A number of class should not be too short or too long. ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക 0 തൊട്ടിട്ട് 0 to 5 തൊട്ടിട്ട് എന്താണ് ഇവിടെ 95 to 100 വരെ എടുക്കാൻ പറ്റില്ല അല്ലേ. 95 to 100 ഇത് വളരെ ലോങ് ആയി, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 0 to 50, 50 to 100 ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സും എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറ്റില്ല. ഇഫ് ദർ ആർ ലെസ് നമ്പർ ഓഫ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആക്യുറൻസി വിൽ ബി ലോസ്റ്റ്. അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതർവൈസ് ഇഫ് യു ടേക്ക് മോർ നമ്പർ ഓഫ് ക്ലാസ് ഫർദർ കാൽക്കുലേഷൻ വിൽ ബി വെരി ഡിഫിക്കൽട്ട് അല്ലേ. ബാക്കി കാൽക്കുലേഷൻ മുഴുവൻ ഡിഫിക്കൽട്ട് ആവും. ടു അവോയ്ഡ് ദ പ്രോബ്ലം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേഞ്ച്. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾ. നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ലാർജസ്റ്റും ഉണ്ട് സ്മോളസ്റ്റും ഉണ്ട് അല്ലേ. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റേഞ്ച് കിട്ടും. അത് നമുക്ക് എന്ത് കിട്ടും, റേഞ്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീക്വൻസി പ്രിപ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. വാട്ട് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ് അല്ലേ. ഓരോ ക്ലാസ്സിൻ്റെയും സൈസ് എങ്ങനെയായിരിക്കണം? ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ് ഓർ ക്ലാസ് ഇൻ്റർവെൽ. We can determine the class interval once we take the decision regarding number of classes
ദിസ് ടു ഡിസിഷൻസ് ആർ ഇൻ്റർ റിലേറ്റഡ്. അതായത് നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള ക്ലാസ്സിൻ്റെ നമ്പർ ഓഫ് ക്ലാസ് ഉണ്ടല്ലോ, ആ നമ്പർ ഓഫ് ക്ലാസ്സും ഈ പറയുന്ന സൈസ് ഓഫ് ഈച്ച് ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇൻ്റർ റിലേറ്റഡ് ആണ്. രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എടുക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ക്ലാസ് ഇൻ്റർവെൽ ഇസ് ഈക്വൽ ടു range divided by number of class. range divided by number of ക്ലാസ്സസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ്സസ്. എങ്ങനെയാണ് നമ്മൾ ക്ലാസ് ഡിറ്റർമിൻ ചെയ്യുക? ക്ലാസ് ലിമിറ്റ് ഷുഡ് ബി ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർലി സ്റ്റേറ്റഡ്. ദ ലോവർ ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഷുഡ് ബി ഡിറ്റർമിൻഡ് ഇൻ എ സച്ച് എ മാനർ ദാറ്റ് frequency of each class tend to concentrate in the middle of the class interval. Class intervals are of two types. അതായത് ഇവിടെ നോക്കൂ, 0 to 10 അല്ലേ, 10 to 20. ഇതൊക്കെ നമ്മളൊരു റേഞ്ചും ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ എടുക്കുന്ന സമയത്ത് ഈ ഒബ്സർവേഷൻ വാല്യൂസ് എന്ന് പറയുന്നത് ഈ 0-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, മിഡിലായിരിക്കണം. രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന വാല്യൂസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? 0 to 10-ൻ്റെ ഇടയിൽ വരുന്ന വാല്യൂസ് എത്രയുണ്ട് അതിവിടെ എഴുതണം. മനസ്സിലായില്ലേ? 10 to 20 എത്ര വരുന്നുണ്ട് അതിവിടെ എഴുതണം. അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കേണ്ടത്. ഇനി ഈ ക്ലാസ് intervals ഉണ്ട്, രണ്ട് ടൈപ്സ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ്. എന്താണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ്? ദ എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ there will be a continuity between the classes. അവിടെ എന്താണ്? there will be a continuity between the classes. That is, upper limit of one class is exactly equal to the lower limit of next class. ഇവിടെ ശ്രദ്ധിക്കുക, 0 to 10 അല്ലേ, ഇതാണ് ഈ ക്ലാസ്സിൻ്റെ അല്ലേ, ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 10 ആണ്. ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 10 to 20 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ ലോവർ ലിമിറ്റ്. ഇനി നമ്മൾ എടുക്കുകയാണെന്നിരിക്കട്ടെ 20 to 30 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ക്ലാസ്സിൻ്റെ അപ്പർ, ഈ 20 ആണ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്. അപ്പോൾ ഇത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ്. അങ്ങനത്തെ ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. ഇനി നേരെ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ക്ലാസ് ഇൻ്റർവെൽ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 1 to 9 അല്ലേ, 1 to 9 എടുത്തു. അപ്പോൾ അടുത്ത ക്ലാസ് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ നെക്സ്റ്റ് വാല്യൂ ആയിരിക്കും 10 to 19 ആയിരിക്കും, 10 to 19. അപ്പോൾ നെക്സ്റ്റ് വൺ എങ്ങനെയായിരിക്കും 20 to 29. അപ്പോൾ ഇങ്ങനെ ഇത് തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാതെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ആ ക്ലാസ്സസിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്ക്ലൂസീവ് ഉണ്ട്, ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസും ഉണ്ട്. ഓക്കെ, സി നെക്സ്റ്റ് ടോപ്പിക് ഈസ് adjustment in class interval or conversion of inclusive frequency into exclusive frequency. നമുക്ക് since inclusive method എന്ന് പറയുന്നത് there is no continuity between ക്ലാസ്സസ് അല്ലേ, കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് ആയിട്ടാണ് ഒരു ഡാറ്റ തന്നിട്ടുള്ളെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇൻറ്റു എക്സ്ക്ലൂസീവ്. എന്തിനു വേണ്ടിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ടു ഹാവ് എ കണ്ടിന്യൂറ്റി ഓഫ് വേരിയബിൾസ് അല്ലേ, വേരിയബിൾസ് തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഇൻക്ലൂസീവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ക്ലൂസീവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പോൾ എടുക്കാം ഇവിടെ ദറ്റ് ഈസ് 1 to 9 അല്ലേ, 1 to 9 എന്ന് പറയുന്നത് ഒരു ക്ലാസ് അല്ലേ. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 10 to 19. ഇത് മതി. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് അല്ലേ, ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും, ഈ ക്ലാസ്സിൻ്റെ അതായത് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് ഇതാണ് അപ്പർ ലിമിറ്റ് അല്ലേ, 9 ആണ് അപ്പർ ലിമിറ്റ് അല്ലേ. ഇതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ആണ്, ഇതാണ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ, 1 കിട്ടും. ഇനി എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ദ ഡിഫറൻസ് ബൈ 2. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ 1നെ നമ്മൾ എന്ത് ചെയ്യണം, 1 ഡിവൈഡഡ് ബൈ 2. 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 അല്ലേ, 0.5 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 0.5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇതിനെ അപ്പർ ലിമിറ്റുമായിട്ട് ആഡ് ചെയ്യും വേണം, ലോവർ ലിമിറ്റുമായിട്ട് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യും വേണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ലോവർ ലിമിറ്റിന് ആദ്യം -1 - 0.5, അപ്പോൾ ഇവിടെ വരും 0.5 അല്ലേ, പ്ലസ് ഇവിടെ 9 +
0.5 ദാറ്റ് ഈസ് 9.5 അല്ലേ. ഇനി അടുത്തത് ഇവിടെ 10 ആണ്. അപ്പോൾ 10 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 9.5 മൈനസ് ഇവിടെ 90 കൂടെ പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ 19.5. ഇനി ഇത് എങ്ങനെ വരും? 19.5 ഇവിടെ വരുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 29.5 വരും അല്ലേ. 29.5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇൻക്ലൂസീവ് ഡാറ്റ, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്ലൂസീവ് എന്നുള്ളത്. അപ്പോൾ ഈ ഇൻക്ലൂസീവിനെ നമ്മൾ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ടു എക്സ്ക്ലൂസീവ് അല്ലേ. ദാറ്റ് ഈസ് ടു എക്സ്ക്ലൂസീവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഇൻക്ലൂസീവ്. ഇൻക്ലൂസീവിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്ക്ലൂസീവിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതായത് 2 ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും വേറൊരു ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിൽ മൈനസ് ചെയ്യുക. ആ കിട്ടിയ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ആ കിട്ടിയ സംഖ്യനെ അപ്പർ ലിമിറ്റൊപ്പം ആഡ് ചെയ്യുകയും ചെയ്യണം, ലോവർ ലിമിറ്റിൽ അത് മൈനസ് ചെയ്യുകയും ചെയ്യണം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സി, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ മിഡ് പോയിന്റിനെയാണ് ക്ലാസ് മാർക്ക് എന്ന് പറയുക. മിഡ് പോയിന്റ്, ഇതിൻ്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ അപ്പർ ലിമിറ്റ് അല്ലേ, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് അല്ലേ. ഇവിടെ നോക്കൂ, 9.5 പ്ലസ് 0.5, 9.5 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ എത്ര വരും? 9.5 പ്ലസ് 0.5 ഇസ് ഈക്വൽ ടു 10. 10 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 5 അല്ലേ. ഇതാണ് ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അഡ്ജസ്റ്റഡ് അപ്പർ ലിമിറ്റ് പ്ലസ് അഡ്ജസ്റ്റഡ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത്. ഇനി ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബോത്ത് എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് ഇൻ്റർവെൽസ് ക്യാൻ ബി യൂസ്ഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് നമുക്ക് 2 മെത്തേഡും ചെയ്യാം. ഇൻക്ലൂസീവും യൂസ് ചെയ്യാം, എക്സ്ക്ലൂസീവും യൂസ് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് വേരിയബിൾ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസ് ആർ യൂസ്ഡ്. ഇനി കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ അവിടെ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി what is the next question? How should we get the frequency for each class? നമുക്ക് എങ്ങനെയാണ് ഈച്ച് ക്ലാസ്സിനുള്ള ഫ്രീക്വൻസി കിട്ടുക എന്നുള്ളതാണ്. The number of observation corresponding to a particular class is known as frequency of that class or frequency distribution. Frequency of an observation, how many times that observation occurs in a raw data. So ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. സോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തിയറി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രോബ്ലം പാർട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് ക്ലാസ് യു ക്യാൻ കോൺടാക്ട് മീ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.